അപ്പം നമസ്കാരം, ഓൾബ്രൈറ്റ് ആണ്. അപ്പം ഞാനിപ്പം വന്നിരിക്കുന്നത് യാദർശികമായ കുറേ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു ഈ അലൻ ജോസ് പെരേരയായിട്ട്. നമ്മൾ ഇപ്പം വലിയ കമ്പനിയൊന്നുമില്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവന്മാരെ കണ്ടു. അപ്പം കുറേ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ കിടന്ന് കാണിക്കുന്ന കുറേ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ഞാൻ പെരേരയോട് ചോദിക്കണം, നിങ്ങൾ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ ഇതിടുന്നുണ്ടല്ലോ ക്യാപ്ഷനൊക്കെ വെച്ചിട്ട്, നിങ്ങൾ എങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ ആയത്? ഞാൻ സൂപ്പർ സ്റ്റാർ അല്ലല്ലോ, ഞാൻ സാധാരണ. നിങ്ങൾ സൂപ്പർ സ്റ്റാർ എന്ന് AJP സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇടുന്നുണ്ട്. ഞാൻ പറയാനെ പറ്റി ഒരു കാര്യം പറയാം. അത് മീഡിയക്കാരുടെ ക്യാപ്ഷൻ എഴുതിയിടുന്നതാണ് സൂപ്പർ സ്റ്റാർ അലൻ ജോസ് പെരേര എന്നൊക്കെ പറയും. താങ്കളെ പേജിൽ ഇടാറുണ്ടല്ലോ സൂപ്പർ സ്റ്റാർ. അത് നമ്മൾ റീച്ച് കിട്ടാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി ഇടാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനെ ഞാൻ എപ്പോഴും ഞാൻ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാറില്ല. ഞാൻ അലൻ ജോസ് പെരേര പാവം ഇട്ടപ്പോൾ ഞാൻ ഇട്ടുന്നു, അത്രേ ഉള്ളൂ. ഇനി നിഷ ഇടുക്കിയോട് ചോദിക്കാം. നിഷ ഇടുക്കി എന്ന് പറയുന്ന വ്യക്തി തുടക്കകാലത്ത് അലിയേട്ടൻ്റെ വേണം ആൻസി എന്ന് പറഞ്ഞ വെബ് സീരീസിലെ പ്രൊഡ്യൂസറായിട്ടാണ് വന്നത്. കേരളത്തിൽ അത്യാവശ്യം ആൾക്കാർ അറിയപ്പെടുന്നത്. അപ്പോൾ ഇപ്പം താങ്കൾ അന്നത്തെ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പം 100 പേര് ഉണ്ടെങ്കിൽ അത് 90 പേര് നിഷ ഇടുക്കി എന്ന് പറഞ്ഞ വ്യക്തിയെ നല്ല രീതിയിൽ തെറി വിളിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആൾക്കാർ അങ്ങനെ ചീത്ത പറയുന്നത്? അത് പൊതുജനം പല വിധമാണ്, നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞു ആദ്യം ഞാൻ പ്രൊഡ്യൂസറായിട്ട് വന്നു, പിന്നെ ഞാൻ ഇവരുടെ കൊടുത്ത അലൻ ജോസ് പെരേര പ്രൊഡ്യൂസർ എന്നുള്ള പേരല്ല, നിങ്ങൾക്ക് ഒരു കോമാളി ഇമേജ് ആണ്. ആയിക്കോട്ടെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്നും നല്ല രീതിയിലല്ല ഞാൻ നോക്കുന്നത്. കാരണം എനിക്ക് അത്യാവശ്യം അറിയിച്ച കാര്യങ്ങൾ, ഞാൻ ഒരേ ഷോർട്ട് ഫിലിമുകളാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നടന്നും ഇവരുടെ കൂട്ടത്തിൽ ഓരോ റീല് കാര്യങ്ങൾ ചെയ്താണ് ഞാൻ ഇത്ര റീച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഞാൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകൾ എനിക്ക് റീച്ച് ഉണ്ടെങ്കിലേ കാണാൻ പറ്റും. ജനങ്ങൾ കാണണം, ജനങ്ങൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇവരുടെ കൂട്ടത്തിൽ നടന്ന് ജനങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി ചെന്നു. ഞാൻ സ്വന്തമായിട്ടൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുത്തു. അലൻ ജോസ് പെരേര, നിങ്ങൾ കല്യാണം എപ്പോഴും കല്യാണത്തെ കുറിച്ച് പോസ്റ്റ് ഇടും എല്ലാ രീതിയിലും. ഈ കല്യാണം, ഈ പെണ്ണ് എന്ന് പറയുന്ന സംഭവമാണോ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യം? അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫോണിനെ കുറിച്ച് മെസ്സേജ് നോക്കിയാൽ ക്ലിയർ ആയിട്ടില്ല. അതായത് നിങ്ങൾ എപ്പോഴും കല്യാണം ഞാൻ പെണ്ണ് കെട്ടു, അവിടെ കെട്ടു, ഇവിടെ കെട്ടു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നുണ്ട്. ഓരോ മാസം ഓരോ പെണ്ണുങ്ങൾ പറ്റിക്കുന്നു, വിളിച്ച് UK എന്ന് വിളിക്കുന്നു, കുറെ പേര്. എന്തുകൊണ്ട് നിങ്ങൾ പ്രാങ്ക് മാത്രമല്ല, എന്തുകൊണ്ട് പ്രാങ്ക് ഉണ്ട്? ഞാൻ ഒരു കേസ് പറയാം. പലരും പല രീതിയിൽ നെറ്റിൽ നിന്ന് വരെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റിച്ചിട്ടുണ്ട്. എന്താണ് താങ്കൾ ഇത്ര പൊട്ടനാണ്, താങ്കൾ ഇത്ര മണ്ടനാണ്? പക്ഷെ ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞ എന്നെ വിളിക്കാറില്ല, കാണാറില്ല എന്ന് പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രണയം, ലവ്, ഒരു ഇൻറ്റിമസി എന്ന് പറയുന്നത് അത് ഉള്ളിൽ നിന്ന് തോന്നണം എന്ന് പറഞ്ഞാൽ അത് നമ്മളോട് ഒരു 100 കണക്കിന് മെസ്സേജ് ഒരു ദിവസം വരാനുണ്ട്. ബർത്ത്ഡേ വിഷ് ആണെങ്കിൽ അങ്ങനെയൊക്കെ വന്ന് ഒരു ആൺകുട്ടികൾ ചോദിക്കാണ്ട് പെൺകുട്ടികൾ. ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ലല്ലോ താങ്കൾ മറുപടി പറയാം. ഞാൻ ചോദിക്കുന്ന കല്യാണമാണോ നിങ്ങൾക്ക് ഏറ്റവും ജീവിതത്തിൽ വലിയ? അതിനാണോ, കല്യാണത്തിനാണോ പ്രാധാന്യം? കല്യാണം കഴിക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കല്യാണം കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റും, പക്ഷെ എൻ്റെ കാര്യത്തിൽ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയാ, സെക്സൽ ഫാന്റസിക്ക് വേണ്ടി കല്യാണം കഴിക്കുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾക്ക് എന്ത് യോഗ്യതയാണ് ഇപ്പം കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ളത്? താങ്കളെ ആര് കല്യാണം കഴിക്കാൻ വരും? ഇപ്പൊ താങ്കളെ ആര് കല്യാണം കഴിക്കുന്നുണ്ട്? താങ്കൾ എന്നെ കളിയാക്കുന്നുണ്ട്. താങ്കൾ ഒരു 6 മാസം സമയം തരാം. 6 മാസം സമയം. 6 മാസത്തെ ബ്രൈറ്റ് എന്ന് പറഞ്ഞ വ്യക്തി ഷോർട്ട് ഫിലിം ഡയറക്ടറാണ്, ആക്ടറാണ്, എല്ലാം കൊണ്ട് തന്നെ അത്യാവശ്യം ലുക്കും ഉണ്ട്, താടി മീശയെല്ലാം വളർന്നിട്ടുണ്ട്, നല്ലൊരു പുരുഷനാണ്. എന്നിട്ടും ഗ്ലാമറിലും കൊടുത്ത് കുഴപ്പമില്ല, വെളുത്തിരിപ്പുണ്ട്. എന്നിട്ടും താങ്കൾ നിഷയുടെ പുറകെ നടക്കുന്നു. പക്ഷെ താങ്കൾക്ക് പെണ്ണ് കിട്ടുന്നില്ല. അതിന്റെ പുറകിൽ എന്നെ എടുത്തിട്ട് നിഷയുടെ പുറകെ എന്ന് പറഞ്ഞാൽ ഞാൻ നിഷയുടെ വെബ് സീരീസ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിഷ ഫ്രണ്ട്സ് ആണ്. പറയുന്ന മുഴുവൻ കേക്ക്. ഞാൻ അസോസിയേറ്റ് ചെയ്ത വർക്ക് ബ്ലഡി നൈറ്റ്, അതിന്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ്. ആ വർക്ക് നിഷ എടുത്തിട്ടുണ്ട്. അലിയേട്ടന്റെ പെണ്ണ് ആൻസി, പിന്നെ നിഷ ചെയ്ത സിൽക്ക് റോഡ്, ഇപ്പം ഞാൻ ചെയ്ത വിഭാവരി, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഞാനുമായിട്ടുള്ള ബന്ധം എന്നാന്ന് വെച്ചാൽ 2023 എന്റെ ഡയറക്ടറാണ്, ഞാനാണ് ഇവരുടെ പ്രൊഡ്യൂസർ. ഇവരെ വെച്ചിട്ടാണ് ഞാൻ ഒരേ ഷോർട്ട് ഫിലിം. പിന്നെ നിന്നോട് ചോദിക്കാനുള്ളത് രാത്രികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കറക്റ്റായിട്ട് നിന്നെ ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾ നിന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് ഫോണിൽ. അപ്പൊ അത് നീ സമ്മതിച്ചു തരാറില്ല. നീ നിഷേനെ മാത്രമേ വിളിക്കാറുള്ളൂ, കാണാറുള്ളൂ എന്ന് മാത്രം നീ പറയുന്നു. ഞാൻ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിനക്ക് എത്ര വയസ്സുണ്ട്? ഇപ്പൊ 26 വയസ്സില്ലേ ഏകദേശം ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് 24 വയസ്സ്, ഉള്ളു. അപ്പൊ കറക്റ്റ് വയസ്സ് കിട്ടില്ല. അപ്പൊ ഈ നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ നീ വർത്താനം പറയാറുള്ളതാണ് നീ പറയുന്നത്.
ഞാൻ എല്ലാവരോടും വർത്താനം പറയാറുണ്ട്. ആ കുട്ടികളെന്തുകൊണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ഈ മറ്റേ പ്രണയമായിട്ട് വിളിക്കാറുണ്ട്, പക്ഷെ എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല? ഇങ്ങോട്ട് നോക്കി ഇവൻ്റെ ഒരു വിചാരമുണ്ട്, നമ്മളൊരു ഫ്രണ്ട്സ് നമ്മളെ വിളിച്ച്, എനിക്കിപ്പം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഒരു 19-20 വയസ്സുള്ള കൂട്ടുകാരികളുണ്ട്, 25 വയസ്സുള്ളവരുണ്ട്, 30 വയസ്സുള്ളവരുണ്ട്. പല ആൾക്കാരായിട്ട് ഞാൻ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാ ഏജിലുള്ളവർ പറയുന്ന കേൾക്കടോ. അപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരോട് പ്രണയം തോന്നുന്നു. എനിക്ക് തോന്നാറില്ല, എനിക്കങ്ങനെ പ്രണയം തോന്നാറില്ല. അല്ല, ഒരു പെണ്ണിനോട് സംസാരിച്ചാൽ കഴിഞ്ഞാൽ അത് പ്രണയമായി മാറുമോ, അത് കല്യാണം കഴിക്കണമെന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് അത് എന്റെ ഫ്രണ്ട് മാത്രമാണ്. നിഷ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വന്ന് ഒരാൾ ശ്രമിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തെ ആ ഒരു വ്യക്തിയെ പെണ്ണിനെ നമ്മൾ ഒരു റിലേഷൻഷിപ്പിന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ആ ബന്ധം കട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പലതിന്നും എനിക്ക് വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായിട്ട് നിൽക്കുന്ന സോബി എന്ന് പറഞ്ഞ ചേച്ചി എനിക്കൊരു 6 വർഷമായിട്ട് അറിയാം. പേര് ഇപ്പൊ അവർക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് പേര് പറഞ്ഞു. അപ്പം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഈ എന്താ പറയാ, എനിക്കെതിരെ 2 വിവാദങ്ങൾ വന്നിട്ടുണ്ട്. എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാം ഞാൻ എന്തോ ആണ്. അതുകൊണ്ട് അത് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളാണ്. അതിപ്പം നിഷയ്ക്കും അറിയാം, ഞാൻ ഒരാളെ വെറുപ്പിക്കത്തില്ലെന്നത് നിഷയ്ക്ക് അറിയാം. നിഷ കുറേ നാളായിട്ട് എന്നെ കാണുന്നേ. ഒരു പച്ചവെള്ളം മേടിച്ചു തന്നാലും ഞാൻ അവരോട് നന്ദി കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നിന്നോടാണെങ്കിലും നമുക്ക് സ്നേഹം കൊണ്ട് നന്ദിയുണ്ട്, ആറാട്ടണ്ണനോടാണെങ്കിലും നന്ദിയുണ്ട്. അതൊക്കെ വിട്ട് വേറൊരു കേസോടെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നീ അങ്ങനെ പറയുന്ന കാരണം ചോദിക്കാം എന്ന് പറഞ്ഞാൽ സന്തോഷ് വർക്കിയും അലിൻ ജോസ് പെരേരയും മാത്രമല്ല കേരളത്തിൽ ഈ ആണുങ്ങളെന്ന് പറഞ്ഞ ഒരു പരമ്പരയിലുള്ളത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് എടക്കൊച്ചിയിലാണ്. എടക്കൊച്ചിയിൽ 150ഓളം ആണുങ്ങൾ കല്യാണം കഴിക്കാനുള്ളതിൽ സെൻസസ് എനിക്ക് എടുക്കാൻ പറ്റും. കാരണം എനിക്ക് അവിടുത്തെ ഒരു രീതി വെച്ച് എനിക്കറിയാം. ഏകദേശം ഒരു കണക്കാണ്, ഏകദേശം ഒന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാനൊരു കേസ് പറയാം കേട്ടോ. ഇത് ഇടയ്ക്കൊരു സംസാരിക്കില്ല, ഞാൻ തെറി പറയും. വേറൊന്നുമല്ല, ഇപ്പം ഇവൻ പറഞ്ഞു കുറേ ആൾക്കാർ കല്യാണം കഴിക്കാതെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് സത്യസന്ധമായ കാര്യമാണ്. ഇടയ്ക്കൊരു സംസാരിക്കില്ല. വേറൊന്നുമല്ല, നിനക്കിപ്പോൾ 24 വയസ്സായിട്ടേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് 25 വയസ്സ് 30 വയസ്സുള്ളവരുണ്ട്, 32 വയസ്സുള്ളവരാണ്, അതിന് 40 വയസ്സുള്ളവരുണ്ടായിരുന്നു. അവരുടെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ നിന്നെ പോലല്ല. അവര് ചിലപ്പോൾ അവർക്ക് പെങ്ങന്മാർ കാണും, അനിയത്തിമാർ, ചേച്ചിമാരൊക്കെ കാണും. അവരെ കല്യാണം കഴിപ്പിക്കാനായിട്ടും പിന്നെ വീട്ടിൽ ചിലരുടെ അച്ഛനമ്മമാർക്ക് അസുഖമുള്ളവർ കാണും, അവരെ ചികിത്സിക്കാനും ഒക്കെ ആയിട്ട് സ്വന്തം സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അവരുടെ സ്വപ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആ കുടുംബത്തിന് വേണ്ടിയും അവരെ എന്താ പറയുക, അവരെ സ്വന്തമായിട്ട് അവരെ രക്തബന്ധങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് പല ആൾക്കാരും എൻ്റെ അറിവിൽ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. ചിലപ്പോൾ അവർ കറുത്തു പോവും, ചിലപ്പോൾ അവരുടെ മുടി പൊഴിയും, ചിലപ്പോൾ പ്രായമാകും. അപ്പം കേരളത്തിലെ സംബന്ധിച്ച് പെൺകുട്ടികൾ സ്ത്രീധനം ചോദിക്കുന്നത് തെറ്റാന്ന് പറയും. പക്ഷെ പല പെൺപിള്ളേരും ഡിമാൻഡ് വെക്കുന്നത് അവർക്ക് ഗവൺമെൻറ് ജോലിക്കാരെ മാത്രം മതിയാണ്. എല്ലാവരും ഡയലോഗ് അടിക്കും ഇവിടെ കിടന്നിട്ട്. സാധാരണക്കാരെ കിട്ടും അധികം ഒരു 100-ൽ ഒരു 2-3% പേരേ ഉള്ളൂ. മനസ്സിലായോ? ബാക്കി എല്ലാവരും അങ്ങനെ സ്വന്തം. ഇതേപോലെ തന്നെ സ്ത്രീകളും ഉണ്ട് കേട്ടോ. കല്യാണം കഴിക്കുന്ന പുരുഷന്മാരെ മാത്രമല്ല, സ്ത്രീകളും ഉണ്ട്. സ്ത്രീകളും കല്യാണം കഴിക്കാതെ ഇഷ്ടം. അതാന്ന് പറയുന്നത്, നിനക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം. അതാണ്, സ്ത്രീകളുണ്ട്, പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളുണ്ട്. സ്ത്രീകളും ഇപ്പം സ്ത്രീകളും ഇപ്പോഴും കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഡൈവോഴ്സ് കേസ് ഇപ്പൊ ഉള്ള തലമുറയ്ക്ക് കല്യാണം വേണ്ട. എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ പെങ്ങന്മാരെ കെട്ടിക്കാൻ ജീവിത സാഹചര്യം കൊണ്ടാണ്. ജീവിത സാഹചര്യം മാത്രമല്ല, നീ ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, സർക്കാർ ജോലി ഉണ്ടായിട്ടാണ് ഒരു 10-15 പേര് കെട്ടാറുണ്ട്. സർക്കാർ ജോലി ഉണ്ടായിട്ടും 45 മുകളിൽ പ്രായം ഉണ്ടായിട്ട്. മനസ്സിലായ? അവർക്ക് നിറം കുറവുണ്ടാവും, പക്ഷേ നിറം കുറവുള്ള ആൾക്കാർ പോലും ഇന്നത്തെ കാലത്ത് കല്യാണം കഴിച്ച സർക്കാർ ജോലിക്കാരനാരാ? സാറന്മാരാ, കോളേജിൽ പഠിപ്പിക്കുന്ന സാറന്മാരാ. അവരുടെ ജീവിതത്തിൽ പെണ്ണ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ നീ അവരോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പെണ്ണ് കിട്ടാത്തതെന്ന്? അവര് പറഞ്ഞ് കെട്ടേണ്ട പ്രായത്തില് അച്ഛനമ്മമാര് നിർബന്ധിച്ചില്ല, അന്വേഷിച്ചില്ല എന്നാ പറഞ്ഞു. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വർഷം താങ്കളുടെ കല്യാണം ഉണ്ടാവും? എന്റെ കല്യാണം നടക്കും. കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് നിഷ ഇടുക്കിയോട് ചോദിക്കാം. വെള്ളം ഉണ്ടോ?